നിർധനരായ കാൻസർ രോഗികൾക്ക് പെൻഷൻ ലഭിക്കുന്നതിന് വരുമാന പരിധി എടുത്തുകളയണമെന്ന് IRPC പെരിങ്ങോം വളണ്ടിയർ സംഗമം ആവശ്യപ്പെട്ടു. മാത്തിലിൽ നടന്ന വളണ്ടിയർ സംഗമം IRPC ജില്ലാ ചെയർമാൻ M. പ്രകാശം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജില്ലയിലുടനീളം ഈ കഴിഞ്ഞ 2 ആഴ്ചകളായി 20 തലങ്ങളിലുള്ള ഇതുപോലുള്ള വളണ്ടിയർ സംഗമങ്ങൾ നടക്കുകയാണ്. ഈ വരുന്ന ആഗസ്റ്റ് 19-ാം തീയതി സംസ്ഥാനത്ത് മുഴുവൻ സംഘടിപ്പിക്കുന്ന ഗൃഹകേന്ദ്രീകൃത പരിചരണത്തിൻ്റെ ഭാഗമായാണ് എല്ലാ ഏരിയകളിലും ഇതുപോലുള്ള വളണ്ടിയർ സംഘടനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാന്ത്വന പരിചരണം ഇന്ന് ലോകത്താകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആരോഗ്യ പരിചരണ മേഖലയാണ്. സാന്ത്വന പരിചരണം പാലിയേറ്റീവ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗാവസ്ഥയിലുള്ള ഒരു വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇന്നുള്ളതിനേക്കാൾ അല്പം മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം. സോണൽ ചെയർമാൻ P. സജികുമാർ അധ്യക്ഷത വഹിച്ചു. T.K. ശങ്കരൻ, K. V. പവിത്രൻ, P. V. ലക്ഷ്മണൻ നായർ എന്നിവർ പ്രസംഗിച്ചു. അതോടൊപ്പം തന്നെ വോളണ്ടിയർമാർ എന്ന നിലയിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നില്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ഓഗസ്റ്റ് 19 കൃഷ്ണപിള്ള ദിനത്തിലാണ് ഏറ്റവും നമ്മളെ ഗൃഹകേന്ദ്രീകൃതമായ അല്ലെങ്കിൽ ആ രൂപത്തിലേക്കുള്ള ഹോം കെയർ പ്രവർത്തനം ഏറ്റവും നല്ല രൂപത്തിൽ അല്ലെങ്കിൽ പരമാവധി ജനങ്ങളെ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു ഹോം. നമ്മളെല്ലാം നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തി മഹാദുരന്തം വന്നു ചേർന്നിട്ടുള്ളൊരു സന്ദർഭത്തിലാണ് സ്വാതന്ത്ര്യ പരേത രംഗത്തെ ഏറ്റവും ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന IRPC അതിൻ്റെ സ്വാഗത സംഗമം ചേരുന്നത്. ഈ കാലയളവിൽ കഴിഞ്ഞ സംഗമത്തിന് ശേഷം ഇങ്ങോട്ട് നാം പരിചരിച്ചിട്ടുള്ള നമ്മുടെ ഹോം കെയറിൻ്റെ ഭാഗമായിട്ട് നാം പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ എല്ലാം ഓരോരാളുടെയും പേരിവിടെ പരാമർശിച്ച് പോകുന്ന എല്ലാവരെയും, അതോടൊപ്പമാണ് വയനാട് പ്രകൃതി ദുരന്തം നാടിനെ ആകെ പിടിച്ചു കുലുക്കി. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട് ചേർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നൊരു സന്ദർഭമാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവൻ ക്ലാസ് എടുത്തു.